എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, കീവേഡ്സ്, ഹാഷ്ടാഗ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇടാൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിൽ വേസ്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ ടൈറ്റിൽ ഫ്രെയിം ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ എന്തിടണം, ഏതൊക്കെ ഹാഷ്ടാഗ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അതിന് ഒരു ഈസി മെത്തേഡായിട്ട് ഞാൻ ഒരു ടെക്നിക്ക് ഷെയർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ അങ്ങനെയാണ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തംബ്നെയിലിൽ ഇടാനുള്ള കീവേഡ്സും പിന്നെ ഹാഷ്ടാഗും ഒക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല മഴ വരുന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുറച്ച് വീഡിയോസും കൂടി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ChatGPTയിൽ നമുക്ക് ഫ്രീ ആയിട്ട് വേർഷൻ ഉണ്ട്. ഫ്രീ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രീ വേർഷൻ തന്നെയാണ് എൻ്റെ ഒരു പ്രീമിയം വേർഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഒരു അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി സെർച്ച് ചെയ്യാം. ഞാൻ ബേസിക്കലി എന്താ ചെയ്യുക വെച്ചാൽ, ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഞാൻ ഒരു പ്രോംപ്റ്റ് ChatGPTയിൽ കൊടുക്കും. എൻ്റെ ഇങ്ങനത്തെ വീഡിയോസാണ്, അപ്പോൾ എനിക്ക് ആ വീഡിയോന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി തരണം. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്ലൈൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ടോപ്പിക്സ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരും ChatGPT. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഓർമ്മ ഇല്ലെങ്കിൽ അതും കൂടി ChatGPT അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ആദ്യം ഒരു പ്രോംപ്റ്റ് കൊടുക്കും, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഞാൻ ആ പ്രോംപ്റ്റിൽ തന്നെ എൻ്റെ വീഡിയോയെ കുറിച്ച് ഞാൻ ഒരു ഷോർട്ട് ഓവർവ്യൂ ഇടും. കാരണം എനിക്കറിയാം എന്താ വീഡിയോ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാനൊരു ഓവർവ്യൂ പോലെ ഇടും. ഇപ്പോൾ ഇതിൽ ബേസിക്കലി ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ 2 ബാഗ് വാങ്ങേണ്ട ഒരു ഓവർവ്യൂ, ഒരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറിച്ചാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങി, 2 ബാഗ് വാങ്ങി, ഒരെണ്ണം റിട്ടേൺ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രോംപ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ആ ബേസിസിൽ ChatGPT എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഓരോ ടൈം സ്റ്റാമ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എപ്പോഴും ChatGPT ഔട്ട്ലൈൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഹുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഹുക്ക് ബേസിക്കലി നമ്മളൊരു വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്താലാണ് കുറച്ചും കൂടി ആൾക്കാർ ആ വീഡിയോയിൽ സ്റ്റേ ചെയ്യുള്ളൂ കാണാൻ. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഹുക്ക്. പിന്നെ അതേപോലെ ഔട്ട്രോ പോർഷനും ChatGPT എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ, ഔട്ട്ലൈൻ ഉണ്ടാക്കി തരുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കോണ്ടൻറ്റ് ബേസിക്കലി നമുക്ക് ChatGPT ഇൻ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് വേണമെങ്കിലും നമുക്ക് എഴുതി തരും. അതർവൈസ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ഞാൻ വരും അതിൻ്റെ നമുക്ക് സബ് ടോപ്പിക്സ് ആണ് മെയിൻലി വേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു കീവേഡ്സ് പോലെ ഉണ്ടാക്കി തന്നാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ChatGPT ഡയറക്റ്റ്ലി കുഡ് യു പ്ലീസ് ജനറേറ്റ് എ വീഡിയോ സ്ക്രിപ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ കോണ്ടന്റ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വീഡിയോ സ്ക്രിപ്റ്റായിട്ടും ChatGPT ജനറേറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യണത്, ഇത് ബേസിക്കലി നമുക്ക് ഔട്ട്ലൈൻ കിട്ടി, നമ്മൾ ആ ബേസിസിൽ വീഡിയോ റെക്കോർഡ് ചെയ്യും. ഹുക്ക് ആദ്യം, പിന്നെ അതിൻ്റെ മെയിൻ കോണ്ടൻറ്റ്, പിന്നെ ഔട്ട്രോ, അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ SEO ജനറേഷനിലാണ്. അപ്പോൾ അതിലും ഞാൻ ChatGPT യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അഥവാ ഞാൻ എൻ്റെ ഓണായിട്ട് കോണ്ടൻറ്റ് ഉണ്ടാക്കി, ഔട്ട്ലൈൻ എടുക്കാതെ ഓണായിട്ട് കോണ്ടൻറ്റ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോംപ്റ്റിൽ തന്നെ SEO ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോംപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. ലൈക്ക് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പ്രോംപ്റ്റിൽ ആഡ് ചെയ്യും. എന്നിട്ട് ChatGPTയോട് പറയും പ്ലീസ് ക്രിയേറ്റ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നെന്താ #, 500 ക്യാരക്ടർ # സെപ്പറേറ്റഡ് വിത്ത് കോമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു പ്രോംപ്റ്റ് എഴുതി കൊടുക്കും. അപ്പോൾ ആ ബേസിസിൽ ChatGPT എനിക്ക് പ്രോപ്പർ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും #, കീവേഡ്സും ഇതെല്ലാതും ജനറേറ്റ് ചെയ്ത് തരും കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് അത്ര തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കണം. പിന്നെ നല്ലൊരു വേയിൽ ChatGPT നമുക്കത് ഫോം ചെയ്ത് തരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മലയാളം വീഡിയോസ് ആയത് കാരണം നമുക്ക് മിക്സ് ഓഫ് മലയാളത്തിൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയും ഇട്ട് നോക്കാറുണ്ട്, ജനറേറ്റഡ് ടൈറ്റിൽ വിത്ത് മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ യൂസ് ചെയ്യണത് തംബ്നെയിൽ ക്രിയേഷന് നമുക്ക് ഐഡിയ വേണമെങ്കിലും എടുക്കാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുക അതിൻ്റെ ടൈറ്റിലും പിന്നെ കീവേഡ്സ് നമുക്ക് തംബ്നെയിലിൽ എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജനറേറ്റ് ടൈറ്റിൽ ആൻഡ് കീവേഡ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി തംബ്നെയിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ SEO കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡീസൻറ്റ് വേയിൽ നമുക്ക് നമ്മുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ,
പിന്നെ ഹാഷ്ടാഗും കീവേഡും അതൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ആവുന്നുണ്ടോ എന്ന് പറയൂ. ഞാനിപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് കുറച്ചായി, ഒരു കൊല്ലത്തോളം ഞാനിപ്പോൾ ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു. ഞാൻ ബേസിക്കലി നമുക്ക് എന്താ മൈൻഡിൽ വരുന്നത് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കീവേഡ്സൊക്കെ ഇടുമായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ക്ലിക്ക് ആയത്. അപ്പോൾ ഞാനിപ്പോൾ റെഗുലർലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ChatGPT നമുക്ക് ഒരു പോസിറ്റീവ് വേയിൽ, നമുക്കൊരു ബെനിഫിഷ്യൽ ആവുന്ന ഒരു വേയിൽ ChatGPTനെ യൂസ് ചെയ്താൽ നമുക്കത് നന്നായിട്ട് ബെനിഫിറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ റെഗുലർലി അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ആവണത് എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു കുറച്ച് ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസിൽ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.